ഞാൻ ഓഫീസിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കും. വെറുതെ ഇരിക്കുന്ന മനുഷ്യരെ ഉപദ്രവിക്കാന്ന് പറഞ്ഞ. ഏയ് വേണ്ട മോളെ വേണ്ട. ഇനി ഇതിന്റെ പേരിൽ നീ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. വരാനുള്ളത് വഴി തങ്ങൂല, അത്ര തന്നെ. അച്ഛാ, ഇല്ല, ഇതിനെങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. രാജാറാം ഇല്ലെങ്കിൽ രവിചന്ദ്രവർമ്മൻ ഉണ്ടല്ലോ. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞേ പറ്റൂ. അന്ന് സാറാ കോളേജിൽ പോയില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ മകൾ ആ കോളേജിൽ ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. എനിക്ക് ഇത്രയൊന്നും അപമാനം സഹിക്കേണ്ടി വരില്ലായിരുന്നു. ആരുടെ മുൻപിലും ഇങ്ങനെ തല കുനിക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു. ഞാൻ സാറിന്റെ കാല് പിടിക്കാൻ റെഡിയാണ്. ഇനിയെങ്കിലും ഞങ്ങളെ ഒന്ന് വെറുതെ വിടണം. ഞാനോ എൻ്റെ മകളോ സാറിന്റെ ഈ ഓഫീസിൽ കാല് കുത്താൻ വരില്ല. ലക്ഷ്മി സർ, എന്തൊക്കെയാ സർ ഇവിടെ നടക്കുന്നത്? രാജാറാം സാർ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നതെന്ന് സാർ അറിയുന്നുണ്ടോ? ഇതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ സാറിന്? അച്ഛനാണെങ്കിൽ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്. സാറിന് അറിയാത്തല്ലോ അത്. രാജാറാം സാറ് വന്ന് ബലം പ്രയോഗിക്കുമ്പോ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാ? എന്താ സാർ ഇതിന്റെയൊക്കെ അർത്ഥം? എന്താണെന്ന്? ലക്ഷ്മി, അത് രാജാറാം, അത് പിന്നെ ഒരു പിന്നെയില്ല. എനിക്ക് തീർച്ചയാ സാറിന്റെ അറിവോട് കൂടി അല്ലാതെ ഇത് നടക്കില്ല. സാറാണ് എന്റെ അച്ഛനെ. ലക്ഷ്മി പ്ലീസ്. ഇതൊന്നും ഞാൻ അറിഞ്ഞ കാര്യമല്ല. അറിഞ്ഞപ്പോ രാജാറാമിന് തെറ്റുപറ്റിയാണെന്ന് മനസ്സിലായി. അതിന് ഞാൻ അയാളെ ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓ, എന്ത് ശിക്ഷ? കൂടിപ്പോയ ഒന്ന് ശകാരിച്ചു കാണും, അത്ര തന്നെ. സാറിനറിയില്ല, ഓരോ ദിവസവും അച്ഛന്റെ മുമ്പില് കുറ്റബോധത്തോടെ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇപ്പൊ അതിന്റെ കൂടെ ഇങ്ങനെ പുതിയ പ്രശ്നങ്ങളും കൂടി ഉണ്ടായാൽ? ശ്രീലക്ഷ്മി പ്ലീസ്, താനൊന്നും സമാധാനമായിട്ടിരിക്കുക. ഇത് മനഃപൂർവ്വം സംഭവിച്ചതല്ല. രാജാറാമിന്റെ എടുത്തിയാട്ടം മാത്രമാ. വാസ്തവത്തിൽ ഞാൻ തന്റെ കോളിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എനിക്ക് തന്നോടൊന്ന് സംസാരിക്കണം ശ്രീലക്ഷ്മി, അത്യാവശ്യമാണ്. തന്നോട് നേരിട്ട് സംസാരിക്കാൻ എനിക്കൊരു അവസരം തരണം. അതിന് അവസരം കിട്ടിയപ്പോ സാറൊന്നും പറഞ്ഞില്ലല്ലോ. അന്ന് സാറിന്റെ കഴിഞ്ഞകാല ജീവിതം പറയാൻ പോയപ്പോ അത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. സത്യം അത്. എന്നതേ ഇപ്പൊ ചോദിക്കുന്നു ഞാൻ. പറയൂ സാർ, അന്ന് എന്താ സാർ എന്നോട് പറയാൻ പോയത്? അന്ന് മാത്രല്ല, പിന്നീടും എന്നോട് എന്തോ പറയാൻ പല പ്രാവശ്യം സാർ ശ്രമിച്ചു. ഇപ്പൊ പറയൂ സാർ, ഞാൻ കേൾക്കാൻ തയ്യാറാ. You are calling is switched off. Please try after some time.
സാറിനെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോ ഫോൺ കട്ട് ചെയ്തല്ലോ. അപ്പൊ പറയാൻ പറ്റാത്ത എന്തോ കാര്യമുണ്ടെന്ന് തീർച്ചയാ. അതെന്താണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. നിനക്ക് എന്തിന്റെ അസുഖടാ? എന്തിനാ നീ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത്? അവളോട് പിന്നെ സംസാരിക്കാം. ആദ്യം നീ എന്നോട് സംസാരിക്ക്. അത് കഴിഞ്ഞ് മതി ശൃംഗാരം. രാജാറാം, ഇവിടെ തർക്കത്തിന്റെയും വഴക്കിന്റെയും ഒന്നും കാര്യമില്ല. നിനക്ക് നിന്റെ മനസ്സാക്ഷിയെ സാക്ഷി നിർത്തി നിന്റെ നെഞ്ചിൽ തൊട്ട് പറയാൻ പറ്റുമോ നീ ചെയ്തത് ശരിയാണെന്ന്? ശരിയാണ്. രാജാറാം എന്ന വിവരമില്ലാത്ത തെരുവ് ഗുണ്ടയാണ് ഞാൻ. എനിക്ക് മനസാക്ഷിയും അണ്ണാങ്കട്ടയും ഒന്നുമില്ല. സംസ്കാരമില്ലാത്ത എന്നെ പോലുള്ള നികൃഷ്ട ജന്മങ്ങൾ എന്തും ചെയ്യും. താങ്കളെ പോലുള്ള ഉയർന്ന മനുഷ്യാത്മാക്കൾക്ക് അത് മനസ്സിലാകാത്തത് കൊണ്ടാ. നീ എന്താ പരിഹസിക്കാണോ? അതെ, പരിഹാസം തന്നെ. നമ്മൾ ശരികൾ മാത്രമാണ് ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് നീയും ഇങ്ങനെ ആകുമായിരുന്നില്ല, ഞാനും ഇങ്ങനെ ആകുമായിരുന്നില്ല. തെരുവ് കൊണ്ട പോലും വൃത്തികെട്ടവൻ. എടാ, നീ ഇന്നിവിടെ ഈ തല ഉയർത്തി നിൽക്കുന്നതേ ഈ ഞാൻ കാരണമാ. ഞാനൊരാൾ കാരണം മാത്രം. നീ ഒരു നിമിഷം ആലോചിച്ചു നോക്ക്. ഒരു നിമിഷം. പണ്ടൊരു വെളുപ്പാങ്കാലത്ത് നീ ഈ തെരുവ് കൊണ്ടേ കണ്ടില്ലായിരുന്നെങ്കിൽ നിന്റെയും എന്റെയും ജീവിതം വേറെന്തൊക്കെയോ ആകുമായിരുന്നു. ആ ഒരൊറ്റ കാര്യം ഓർത്താ മതി ഈ തെരുവ് കൊണ്ടയുടെ വില മനസ്സിലാക്കാൻ. പഴയതൊന്നും നീ എന്നെ ഓർമ്മപ്പെടുത്തേണ്ട രാജാറാം. ഞാൻ നിന്നെ തെരുവ് ഗുണ്ട എന്ന് വിളിച്ചതാണ് നിന്നെ മുറിവേൽപ്പിച്ചതെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ദേഷ്യം വന്ന് തലക്ക് പിടിച്ചപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് സത്യമാണ്, നിഷേധിക്കുന്നില്ല. പക്ഷേ നീ ശ്രീലക്ഷ്മിയുടെ അച്ഛനോട് കാണിച്ചത് തെറ്റ് തന്നെയാണ്. ന്യായീകരിക്കരുത് നീ. നിരപരാധിയായ ആ മനുഷ്യൻ, ഒരു ഹാർട്ട് സർജറി കഴിഞ്ഞ ആ മനുഷ്യൻ കണ്ണീരോടെ തലകുനിച്ച് നിൽക്കുന്നത് കാണാൻ എന്നെ കൊണ്ടാകില്ല. പിടിച്ചു വലിച്ചു കൊണ്ടുവന്നത് വഴി നീ അദ്ദേഹത്തിന്റെ അന്തസ്സിനും അഭിമാനത്തിനും പ്രായത്തിനും വില കൽപ്പിച്ചില്ല രാജാറാം. അവിടെയാണ് എനിക്കെന്റെ ടമ്പർ നഷ്ടപ്പെട്ടത്. And you know something? I am not sorry for what I did. അപരൻ തെറ്റാ ചെയ്യുന്നതെന്ന് ഉത്തമ ബോധമുണ്ടെങ്കിൽ എനിക്ക് നിന്നെ ശിക്ഷിക്കാൻ അവകാശമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിനക്ക് എന്നെയും. പക്ഷേ ഒന്ന് നീ മറന്നുപോയി. എന്താണോ എൻ്റെ ജീവിതത്തിൽ തകർന്നു പോയത്, ഒരറ്റത്ത് നിന്ന് ഞാനത് ശരിയാക്കി കൊണ്ടുവരികയായിരുന്നു. ഇത് ഒറ്റടിക്ക് തകർത്ത് കളഞ്ഞു. തകർക്കാൻ എളുപ്പമാണ് രാജാറാം, പുനർനിർമ്മിക്കാനാ പ്രയാസം. തകർത്തവനേക്കാൾ തകർത്തവനെ അത് മനസ്സിലാവും. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. രാജാറാം സർ ഓഫീസിലുണ്ടോ? ക്യാബിനിലുണ്ടോ സാർ? ഇല്ല മാം, അല്പം മുൻപ് പുറത്തേക്ക് പോയി. ഇന്നിനി വരുമോന്നറിയില്ല. ഓക്കെ, സാറിന്റെ വീട്ട് അഡ്രസ് അറിയാമോ? ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇല്ല മാഡം, വീട്ടഡ്രസ് അറിയില്ല. അറിയില്ലേ? എംപ്ലോയീസ് പ്രൊഫൈലിലുണ്ടാവും, ഒന്ന് ചെക്ക് ചെയ്യോ?
ഇല്ല മാം, ഇതിൽ സാറിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല. വാട്ട്? സാറിന്റെ എംപ്ലോയീസ് പ്രൊഫൈലേ ഇല്ലെന്നാണോ? ഇല്ല മാം, ഇതിൽ കാണുന്നില്ല. ഒരു കാര്യം ചെയ്യ്, കൺസൾട്ടന്റ് എന്ന കാറ്റഗറിയിൽ ഉണ്ടാവും. ആ ലിസ്റ്റ് നോക്കാം. ശരി മാഡം. ഇല്ല മാം, ഇതിലും സാറിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല. സാലറി കൊടുക്കുന്ന ബാങ്ക് സ്റ്റേറ്റ്മെന്റിലോ? നോ മാഡം, ഇല്ല. ഓക്കെ, താങ്ക് യു. ഞാൻ തന്നെ സാറിനെ ഫോൺ ചെയ്ത് ചോദിക്കാം. ഓക്കെ മാഡം, താങ്ക്സ്. ദിസ് ഇസ് അട്ടർ നോൺസെൻസ്. ഇത്ര വർഷമായിട്ടും രാജാറാം സാർ എന്ന പേര് പോലും വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. നോ അഡ്രസ്, നോ സാലറി, നോ വെയർഅബൌട്ട്സ്. രാജാറാം സാറ് എന്തിനായിരിക്കും സ്വയം ഒരു രഹസ്യമാക്കി വെച്ചിരിക്കുന്നത്? അതോ രവിവർമ്മൻ സാർ അറിഞ്ഞിട്ടാണോ ഈ കളികളൊക്കെ? ഏതായാലും രാജാറാം സാറിന്റെ ക്യാബിനെങ്കിലും എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാതിരിക്കില്ലെന്ന് ഉറപ്പാ. കറണ്ട് ബില്ലിലോ കാർ സർവീസ് ബില്ലിലോ അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് അന്വേഷിച്ച് വീട് കണ്ടുപിടിക്കാൻ പറ്റും. കരിക്കോത്തിയമ്മേ, സഹായിക്കണേ. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്ന കൊറിയർ വന്നായിരുന്നോ? ഇല്ല മാഡം. ശരി, വന്നാൽ ഉടനെ കൊടുത്തുവിടും. ഞാൻ ക്യാബിനിലുണ്ടാവും. ഷുവർ മാഡം. എക്സ്ക്യൂസ് മീ. അല്ല, മാഡത്തിന് രാജാറാം സാറിന്റെ വീട്ടഡ്രസ് അറിയാമോ? ഇല്ലല്ലോ, എന്തു പറ്റി? ഒന്നുമില്ല, ഇപ്പൊ ശ്രീലക്ഷ്മി മാഡം വന്ന് അന്വേഷിച്ചിട്ട് പോയിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. ശ്രീലക്ഷ്മി വന്നോ? വന്നു മാഡം, ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. ശരി. ശ്രീലക്ഷ്മി, അല്ല, തനിക്കെന്താ രാജാറാം സാറിന്റെ ക്യാബിനിൽ ജോലി? അല്ലാതെ മാഡം, ബില്ല്. എന്ത് ബില്ല്? മനസ്സിലായില്ല. അത് മാഡം, അത് പിന്നെ അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിന്റെ ബില്ലെല്ലാം രാജാറാം സാറിന്റെ കയ്യിലായിരുന്നു. സാറിനോട് ഫോൺ ചെയ്ത് ചോദിച്ചപ്പോ അത് ഇവിടെ ക്യാബിനിലുണ്ടെന്ന് പറഞ്ഞു. അത് നോക്കായിരുന്നു ഞാൻ. എന്നിട്ട് കിട്ടിയോ അത്? എന്താ, ഞാൻ തന്നെ സഹായിക്കണോ? ഇവിടെ ഇപ്പൊ നോക്കിയാ എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നെന്ന് പറയാൻ പറ്റില്ല. വെയിറ്റ്, ഞാൻ ഫോൺ ചെയ്ത് ചോദിക്കാം സാറിനോട്. അതൊന്നും വേണ്ട മാഡം. ഞാൻ നേരത്തെ രാജാറാം സാറിനെ വിളിച്ചിരുന്നതാ. അപ്പൊ സാറ് ബിസി ആണെന്നും പിന്നെ വിളിക്കാന്നും പറഞ്ഞു. വെറുതെ സാറിന് എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? എന്നാലും അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കണ്ടേ? താൻ
താനെന്തോ സാറിന്റെ വീട്ട് അഡ്രസ് അന്വേഷിച്ചെന്ന് ശ്യാമയും സൂസനും പറയുന്ന കേട്ടല്ലോ. അത് വെറുതെ കാഷ്വലായിട്ട് ചോദിച്ചതാ മാഡം. സാറിന്റെ ബില്ലുകൾ വീട്ടിലാണ് കൊണ്ടുവച്ചതെങ്കിൽ പോയി വാങ്ങായിരുന്നല്ലോ. ഇതിപ്പോ എനിക്കുടൻ സാറിനെ കണ്ടാലേ കാര്യങ്ങൾ നടക്കൂ. ദേ ഏതൊരു ബില്ലിരിക്കുന്നു. ഇത് വാട്ടർ ബില്ലാണല്ലോ. നോക്കട്ടെ മാഡം. ഹൗസ് നമ്പർ 16, പുത്തൻകോവിൽ തെരുവ് എന്നാണല്ലോ അഡ്രസ്. ശരി മാഡം, ഞാൻ പിന്നീട് സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളാം. ബൈ. ഇവളിങ്ങനെ മറ്റുള്ളവരുടെ ക്യാബിനിലൊന്നും കയറി പരിശോധിക്കുന്ന ആളല്ലല്ലോ. ഇതിപ്പോ രാജാറാം സാറിന്റെ വീട്ട് അഡ്രസ്സും അന്വേഷിക്കുന്നുണ്ട്. സംതിങ് ഈസ് റോങ് സംവേ. അതെന്തായിരിക്കും? ബിൽ അഡ്രസ് ഇതാണെങ്കിൽ സാറ് താമസിക്കുന്നത് അവിടെയാണെന്ന് തീർച്ചയാണ്. ഇനിയിപ്പോ ഈ പുത്തൻകോയിൽ തെരുവ് എവിടെയാണെന്ന് വേണം കണ്ടുപിടിക്കാൻ. അതങ്ങനെ തന്നെ മതി. ഹായ് ശ്രീജിത്തേട്ടാ. ഒരു മിനിറ്റ്, ഞാൻ പിന്നെ വിളിക്കാം. ഹലോ മാഡം, എന്തുണ്ട് വിശേഷങ്ങള്? പ്രത്യേകിച്ചൊന്നുമില്ല. ചേട്ടൻ ചായ കുടിച്ചായിരുന്നോ? കുടിച്ചു മാഡം. സുഖല്ലേ? അതെ മാഡം, സുഖമാണ്. ചേട്ടൻ ഫ്രീ ആണെങ്കിൽ എന്നെ ഒന്ന് പുത്തൻകോയിൽ തെരുവ് വരെ കൊണ്ടുപോകാൻ പറ്റുമോ? പുത്തൻകോയിൽ തെരുവോ? അവിടെ എന്തിനാ മാഡം? രാജാറാം സാറിന്റെ വീട്ടില്. ചേട്ടൻ സാറിനെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ കൊണ്ട് വിടാറില്ലേ? സാറിന്റെ വണ്ടി സർവീസിന് കൊടുക്കുമ്പോഴൊക്കെ. വിടാറുണ്ട് മാഡം. പ്ലീസ് ശ്രീജിത്തേട്ടാ, ഇന്നിപ്പോ എന്നെ അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യോ? എനിക്ക് സാറിനോട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ സാന്ദ്ര മാഡത്തിനോട് പറഞ്ഞോളാം ഏട്ടൻ എന്നെ അങ്ങോട്ടൊന്ന് കൊണ്ടുപോയതാണെന്ന്. ഇപ്പൊ ഒന്ന് അതുവരെ ആക്കി തരുമോ പ്ലീസ്? ശരി മാഡം, വരൂ. ശ്രീതേട്ടാ, ഇത് തന്നെയാണോ സ്ഥലം? അതെ മാഡം. രാജാറാം സാറിന്റെ വീട് ഇവിടെ എവിടെയാപ്പോ? സോറി, വീട് കറക്റ്റ് അറിയില്ല മാഡം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സാറിനെ ഇവിടെ കൊണ്ട് വിട്ടിട്ടുണ്ട്. ഈ സ്ഥലമേ അറിയാവൂ, വീടറിയില്ല. പക്ഷെ ഈ സ്ഥലം കണ്ടിട്ട് രാജാറാം സാർ ഇവിടെ താമസിക്കാനുള്ള സാധ്യത ഇല്ലല്ലോ. ഇവിടെ ഉള്ളതൊക്കെ കൊച്ചു കൊച്ചു വീടുകളല്ലേ? ഞങ്ങളുടെ നീരേറ്റ് കോളനിയേക്കാൾ കുറച്ചുകൂടി വലിയൊരു കോളനി, അത്രേ ഉള്ളൂ. അതൊന്നും എനിക്കറിയില്ല മാഡം. ഇവിടെ ഈ സ്ഥലത്ത് വരുമ്പോൾ സാറ് വണ്ടി നിർത്താൻ പറയും. വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ സാറ് പിന്നീട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല മാഡം. അതെന്താ അങ്ങനെ? ചേട്ടൻ കള്ളം പറയുന്നല്ലോ. ഏയ്, ഞാൻ എന്തിന് കള്ളം പറയണം? സത്യം പറഞ്ഞ രാജാറാം സാർ അല്ലായിരുന്നെങ്കിൽ സാറ് നമ്മളെ വീട്ടിൽ വരാൻ പറഞ്ഞ് ഒരു ചായയെങ്കിലും ഓഫർ ചെയ്യായിരുന്നു. ഇതിപ്പോ സാറിന്റെ സ്വഭാവം എനിക്ക് അറിയാന്നുള്ളതുകൊണ്ട് ഞാനൊന്നും മിണ്ടാനും പോകാറില്ല, അത്ര തന്നെ. ശരി ശരി, ഞാൻ ചേട്ടനൊരു ട്രീറ്റ് തരുന്നുണ്ട്. തൽക്കാലം ചേട്ടൻ ഇവിടെ നിൽക്ക്, ഞാനൊന്ന് അങ്ങോട്ടൊക്കെ പോയൊന്ന് അന്വേഷിച്ചിട്ട് വരാം. ശരി. എക്സ്ക്യൂസ് മീ. എന്താ? ഇവിടെ മിസ്റ്റർ രാജാറാം എന്ന പേരുള്ള ഒരാൾ താമസിക്കുന്നുണ്ടോ? വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ സെക്യൂരിറ്റി ഓഫീസറാ. രാജാറാമോ? സോറി, ആ പേരിലൊരാളെ എനിക്കറിയില്ല. ഞാൻ മിനിയാന്ന് വിവാഹം കഴിച്ച് ഈ നാട്ടിൽ വന്നതേ ഉള്ളൂ.
ആ ആ ശരി 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 ആ അമ്മ എന്തേ പറയുന്ന? അമ്മ അവരോട് പോയി സംസാരിക്കാന്നോ? അതെ, ഇനി ഞാൻ തന്നെ പോയി ശ്രീലക്ഷ്മിയുടെ വീട്ടുകാരോടൊന്ന് സംസാരിച്ചു നോക്കാം. നീ എനിക്കും കൂടി ഒരു അവസരം തരൂ. കഴിഞ്ഞതേതായാലും കഴിഞ്ഞു. ആരുടെ മനസ്സിലും തെറ്റായ ഉദ്ദേശമായിരുന്നില്ല. വിധി ഇങ്ങനെയൊക്കെ ആക്കി തീർത്തതാ. എന്റെ സങ്കടം അതല്ല, ഇത്രയും കാലമായിട്ടും നിന്നെ മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ലല്ലോ എന്നുള്ളതാ. അങ്ങനെ നോക്കുമ്പോ തെറ്റ് അവരുടെ ഭാഗത്തുമുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം പോയി അവരോട് ഇതൊക്കെ സംസാരിച്ച ചിലപ്പോ ഒരു പരിഹാരം കിട്ടുകയാണെങ്കിലോ? വേണ്ടമ്മേ, വേണ്ട. ആക്ച്വലി ഇത് ഞാൻ ചെയ്യേണ്ട ജോലിയാ. മാത്രമല്ല, അവർക്ക് ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് എന്നോടാണ്. അപ്പോ ഞാൻ തന്നെ വേണം അത് സംസാരിച്ച് നേരെയാക്കാൻ. ആദ്യമൊക്കെ അവർ ചിലപ്പോ എന്നോട് ദേഷ്യപ്പെടുമായിരിക്കും. ഞാനതിനെ നേരിട്ടോളാം അമ്മേ. ഏതായാലും ശ്രീലക്ഷ്മിയുടെ അച്ഛൻ ഒരു ദുഷ്ടനൊന്നുമല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മറ്റുള്ളവരുടെ മനസ്സിനെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് അല്പം കൂടെ കാത്തിരിക്കാമേ. ഒരുപാട് നാളുകളൊന്നുമല്ല, ഒരു അല്പം സമയം കൂടെ മാത്രം. അപ്പോ നീ ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടുന്നത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണമെന്നാണോ നീ പറയുന്നത്? കഷ്ടപ്പാടുകൾ എല്ലാ കാലത്തും ഉണ്ടാകില്ലമ്മേ. അറിയാലോ, വിശ്വാസം എന്ന 3 അക്ഷരമാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. ഇനിയും അതങ്ങനെ തന്നെ സംഭവിക്കും. അതുകൊണ്ട് അമ്മ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് കഴിഞ്ഞതല്ലേ, ഇത് ഞാൻ തന്നെ നോക്കിക്കോളാം. അമ്മ പോയി കിടന്നോ. ആൻഡ് ടേക്ക് റെസ്റ്റ്. ഇത് രവിചന്ദ്രവർമ്മൻ ഉണ്ടാക്കിയ കുരുക്ക. രവിചന്ദ്രവർമ്മൻ തന്നെ അഴിക്കുകയും ചെയ്യും. വിശ്വസിക്കുക. ആൻഡ് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്തിനായിരിക്കും അവിടെ കഴിയുന്നത്? രാജാറാം സർ ആ സ്ഥലത്താണോ താമസിക്കുന്നത്? അതോ അവിടുന്ന് മാറിയിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്താണോ? ആ ഭ്രാന്തനും രാജാറാം സാറും രവി സാറും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് തീർച്ചയാ. ഇല്ലെങ്കിൽ ആ ഭ്രാന്തൻ ഇവരെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കില്ലായിരുന്നു. ഈ രാജാറാം സാറിന് ഇനി വർമ്മൻ ഗ്രൂപ്പുമായി വേറെ എന്തെങ്കിലും ബന്ധമായിരിക്കോ? ഏതായാലും ഞാൻ അന്വേഷിക്കുന്ന കാര്യം ഉടൻ കണ്ടെത്തിയേ പറ്റൂ. എന്ത് വില കൊടുത്തും കണ്ടെത്തും ഞാൻ, ഉറപ്പാ.